നിങ്ങളെന്നെ കൊല്ലണമെന്ന് ചിന്തിക്കേ ഉള്ളൂ കാര്യം, ചിന്തിക്കുള്ളൂ, അത് പ്രവർത്തിക്കില്ല. നിങ്ങൾ ചിന്തിച്ചോ. അതിനും ഇതാ ഈ ഒരു ഞൊടി മതി എനിക്ക്. നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം എനിക്ക് പ്രവർത്തിക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം, നിങ്ങൾക്കത് അറിയുകയും ചെയ്യാം. നിങ്ങൾക്കത് അറിയുകയും ചെയ്യാം. ഒരു കുഴപ്പമില്ല, ഞാനതിനൊന്നും പറഞ്ഞില്ല. എന്തിനു താഴെ നിന്ന് എന്നെ മൊട്ടൻ ചീത്ത വിളിച്ച്? എന്തിനെന്നെ ചീത്ത വിളിച്ച്? എന്തിനെന്നെ ചീത്ത വിളിച്ചു? എന്തിന് എന്നെ ചീത്ത വിളിച്ചു? എന്തോ 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 കാലുവാക്കിനാണ് ഇരിക്കുന്നത്, അറിയാല്ലേ. ഇനി മേലാൽ പബ്ലിക്കായിട്ട് എന്നെ ചീത്ത വിളിച്ച എന്തോ കഥ വച്ചിട്ടുണ്ടായിരുന്നു താഴെ TV ഇരിക്കുന്ന റൂമിൽ അവിടെ നിന്നിട്ട് ഫെഫിക്ക് ആയിട്ടല്ല. നിങ്ങൾ എന്തിനാണ് എന്നെ ചീത്ത വിളിച്ചത്? നിങ്ങൾക്ക് എടുത്തു തന്ന സ്പൂൺ ടീസ്പൂണും ടേബിൾ സ്പൂണിൻ്റെയും വ്യത്യാസത്തിൽ അല്ലേ നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചാൽ? ടീസ്പൂണിൻ്റെ അതാ പായസം കോരി കുടിക്കാൻ നിങ്ങൾക്കൊരു സ്പൂൺ അത് ഞാൻ എടുത്തു തന്നത് മാറിപ്പോയതുകൊണ്ട്. എന്നാൽ പിന്നെ നിങ്ങൾക്ക് വന്നെടുത്തൂടെ? അത്രയ്ക്ക് ഇതാണെങ്കിൽ നിങ്ങൾക്ക് വന്നെടുത്തൂടെ? അതിന് നിങ്ങൾ എന്നെ നിങ്ങളോ അച്ഛൻ്റെ അമ്മയ്ക്ക് മുന്നേ വെച്ച് നിങ്ങൾ എന്നെ ചീത്ത വിളിച്ച് അല്ലേ? നിങ്ങൾ അവരെ മുന്നിൽ വെച്ച് ചീത്ത വിളിച്ച് എനിക്ക് തിരിച്ച് വിളിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അല്ല. രാരീഷ് പ്രകാശ് തലാപ്പിൽ, രാരീഷ് തലാപ്പിൽ, എനിക്ക് നിങ്ങളെ അയ്യോ അയ്യോ എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടെന്ന് ഞാൻ പറയും. എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടെന്ന് ഞാൻ പറയും. പോവും പോവും പോവും. എന്ത് എന്ത് നിങ്ങൾ എന്നെ പേടിക്കണം ഡാഡി. നിങ്ങൾ എന്നെ പേടിക്കണം, പേടിച്ച് തന്നെ ജീവിക്കണം, പേടിച്ച് തന്നെ ജീവിക്കണം. നിങ്ങൾ ആവശ്യമില്ല, നിങ്ങൾ വായി നിങ്ങൾക്ക് പച്ച തെറിയാണ് വരണേന്ന് എനിക്കറിയാം. ഇതോടെ വീട്ടിൽ ഇരിക്കുന്നവരെ പറയരുതെന്ന് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തിരിച്ചൊരു സംസ്കാരമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ അച്ഛനെയും അമ്മയും ചേച്ചിയെയും ഇവരെയൊക്കെ ഞാൻ വിളിക്കാത്തത് എൻ്റെ അനിയത്തെ നിങ്ങൾ ഒരു പ്രാവശ്യം വിളിച്ചു നോക്കൂ. നിങ്ങൾ എൻ്റെ കൊച്ചിച്ചനെ വിളിക്കണത് എനിക്കൊരു കുഴപ്പമില്ല. അത് ഞാൻ എന്നും എഴുതി തള്ളിയ കേസായത് കൊണ്ട് മാത്രം നിങ്ങൾ അങ്ങേരെ പറയുമ്പോൾ ഞാൻ പഞ്ചപുച്ഛം അടക്കിയിരിക്കുന്നു. എനിക്കതുകൊണ്ടൊരു ശവം ഫീലും ഇല്ല. അത് നിങ്ങൾ എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഇനി മേലാൽ എന്നെ ആരെങ്കിലും മുന്നിൽ വെച്ച് നിങ്ങൾ ചീത്ത വിളിച്ചാൽ ഞാൻ തമാശ അല്ല ഞാൻ പറയുന്നത്. ഞാൻ കേസ് കൊടുക്കും. ഞാൻ വനിതാ കമ്മീഷൻ എനിക്കത് കൊടുക്കാൻ പറ്റുമെന്ന് രാരിക്കും നന്നായിട്ടറിയാം. എനിക്ക് നമുക്ക് കാണാലോ. എനിക്കത് കൊടുക്കാൻ ഇതാണ്ട ഈ ഒരു ഫോൺ കോൾ മതി. ആലോചിച്ചോണം. ഒരു ഫോൺ കോൾ നിങ്ങൾ മറ്റേ ഇതൊന്നും ഭയങ്കരമായിട്ട് മറ്റേ ഘോര പ്രസംഗിക്കുന്ന നിങ്ങളുടെ പാർട്ടിയിലുള്ളത് വരെ ഇറങ്ങി വരും എൻ്റെ മുന്നിൽ. വേണമെങ്കിൽ ഞാനത് കാണിച്ചു തരാം, നിങ്ങൾക്ക് കാണിച്ചു തരാം. രമേശ് ചെന്നിത്തല മുതൽ പിന്നെ ചത്തുപോയ ഉമ്മൻചാണ്ടി വരെ കുഴി തോണ്ടി വന്നിരിക്കും. എനിക്ക് അധികം ചിരിയൊന്നും വരുന്നില്ല കേട്ടാ. വന്നിരിക്കും. അതുകൊണ്ട് എന്നെ ചൊടിപ്പിക്കരുത്. എൻ്റെ കാര്യത്തിൽ എന്നെ വെറുതെ വിടണം. ഞാൻ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ കാണിക്കുന്ന കോപ്രായങ്ങളൊന്നും എൻ്റെ ഇതിലേക്ക് വരുന്നില്ല. എൻ്റെ കാര്യങ്ങൾക്ക് എന്നെ വെറുതെ വിട്ടോണം. ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ നിങ്ങൾ എന്നെ ചൊറിഞ്ഞ് നിങ്ങൾ എന്നെ ചൊറിഞ്ഞ് പറഞ്ഞേക്കാം. ഞാൻ ഇഷ്ടമുള്ളിടത്ത് പോകുന്നൊരു വാക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനല്ലേ ജീവിക്കുന്നത്? അല്ലേ? അല്ല, ഞാൻ പറയുന്നത് പോലെയാണല്ലോ ജീവിക്കുന്നത്. നിങ്ങളുടെ എന്താ ഞാൻ അറിയാതെ അല്ല നിങ്ങളറിയാതെ ഞാൻ എവിടെയെങ്കിലും പോണോ? ഞാൻ എവിടെ പോണു? ഞാൻ അറിയാതെ നിങ്ങളറിയാതെ ഞാൻ എവിടെ പോയിന്ന് പറ. എവിടെ പോയിന്ന് പറ. ചുമ്മാ
നിങ്ങൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഈ മീരെ വിളിച്ച് ചോദിക്കുന്നത് എന്തിനാ, അങ്ങ് എത്തിയോ ഇല്ലയോ? നിങ്ങൾ എന്നെ വിളിച്ചല്ലേ ചോദിക്കുന്നത്. അപ്പം ഞാൻ പറയാറില്ലേ ഞാൻ? നിങ്ങൾ എവിടെയെങ്കിലും ജോലിക്ക് പോകുമ്പോഴത്തേക്ക് ഞാൻ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? വേറെ നമ്പർ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. എന്തിനാ ഞാൻ നിങ്ങളെ കിട്ടാതെ വരുമ്പോൾ ആരെ വിളിച്ചിട്ടുണ്ടേ? ദിൽദ. സംശയം ഉണ്ടെങ്കിൽ അത് മുഖത്ത് നോക്കി പറയണം. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഞാൻ അപ്പോഴും പറഞ്ഞു ഞാൻ ഇന്ന സ്ഥലത്ത് നിൽക്കുന്നത്, ഞാൻ ബസ്സിൽ കയറി ഇന്നതാണെന്ന്. അപ്പോഴത്തേക്കും അങ്ങ് വിളിച്ച് 2 പ്രാവശ്യം വിളിച്ച്. ഞാൻ കയറി ചെന്നതും അത് നീ എന്താ രാരിഷ് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലേ, എനിക്ക് ഫോൺ എടുത്തൂടെ? ഞാൻ പറഞ്ഞു ഞാൻ ഫോൺ എടുത്തില്ല. അന്നൊന്നാതെ അല്ലെങ്കിൽ ഫോൺ പൊട്ട ഫോൺ. ഇപ്പോൾ ഞാൻ എങ്ങനെയായാലും വീട്ടിലെത്തുമല്ലോ എപ്പോഴായാലും. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഇന്ന സമയത്ത് എന്നെ വീട്ടിലെത്തണമെന്നുണ്ടോ? ഇന്ന സമയത്ത് ഞാൻ പോയിട്ട് ഇന്ന സമയത്ത് വീട്ടിൽ എത്തണമെന്നുണ്ടോ? എൻ്റെ അടുത്ത് അങ്ങനെയൊന്നും പറഞ്ഞൊന്നുമില്ല. രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയവൾ വീട്ടിൽ ഇതുവരെ എത്തിയില്ലേ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. കൊള്ളാലോ അത്. അവർക്ക് മാത്രം പോയാൽ മതി. എനിക്കാണ് ഈ അന്നത്തെ ദിവസം ARM സിനിമ കണ്ടിട്ട് വീട്ടിൽ പോയാൽ മതി എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. നിങ്ങളെ കൊണ്ടുപോയില്ല, നിങ്ങളെ എന്നെ ഒരിടത്തും കൊണ്ടുപോകത്തില്ല. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് മാത്രമല്ലേ ഇത് തന്ന് പോയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു ഇനി നിങ്ങളുടെ വായിൽ നിന്ന് ഇതേപോലെ വല്ല ചീത്തയും വീണോ സത്യമായിട്ട് ഞാൻ കേസ് കൊടുക്കും. അതായത് ഈ പറയുമ്പോഴല്ലോ കേസ് കൊടുക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പുലി വരുന്നു എന്നൊരു ധാരണയായിരിക്കും. പക്ഷെ ഒരു ദിവസം ഞാനത് ചെയ്യും. അന്ന് കുടുംബസഹിതം ഞാൻ നാട്ടിക്കും. പറഞ്ഞിട്ടാന്ന് വേണ്ട, കുടുംബസഹിതം ഞാൻ കുടുംബസഹിതം ഞാൻ നാട്ടിക്കും. എനിക്ക് തമാശയല്ല ഞാൻ ഈ പറയുന്നത്. നാറ്റിക്കണമെങ്കിൽ നിങ്ങളുടെ അമ്മയും അച്ഛനും എല്ലാവരും കൂടെ ചേർത്ത് നാറ്റിക്കോളൂ. നിങ്ങളുടെ ചേച്ചിയെയും കാത്തുട്ടിയും എല്ലാ സഹിതം ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റും. പോലീസ് സ്റ്റേഷനിൽ ഞാൻ കയറ്റും. ഗാർഹിക പീഡനം, പിന്നെ സ്ത്രീധന പീഡനം. അതല്ലേ ഞാൻ പറഞ്ഞത്, ഗാർഹിക പീഡനം, സ്ത്രീധന പീഡനം, പിന്നെ അതേപോലെ ബ്രൂട്ടൽ സെക്സ്. ഇതിൻ്റെ പേരിലൊക്കെ അത് നിങ്ങൾ എഴുതി കുറിച്ചിട്ടോ? ഇതോ ഓരും പറയുമ്പോണ്ടല്ലോ ഞാൻ തമാശയല്ല ഈ പറയുന്നത്. തമാശ അല്ല ഈ പറഞ്ഞ. ഇതിന് സഹിതം ഇട്ട് ഞാൻ കൊടുക്കും. സഹിതം നിങ്ങളിങ്ങനെ ഉത്തരത്തിൽ തൂങ്ങി ആരേണ്ടി വരും ഉത്തരത്തിൽ. കേട്ടാ വേണ്ട. നിങ്ങൾ ഈ ഇരുന്ന് ഗെയിം കളിച്ചുള്ള ലോല ഭാവം ഉണ്ടല്ലോ, അതൊക്കെ മാറണ ഒരു ദിവസം വരും. കേക്ക് കൊടുക്കുമ്പോഴുണ്ടല്ലോ, പൂട്ടുമ്പോൾ ഞാൻ ആട്ടപ്പടലം ഇട്ടേ പൂട്ടുള്ളൂ. ആട്ടപ്പടലം. നിങ്ങളിപ്പോൾ ഈ ചിരിച്ച് കേട്ടോണ്ടിരിക്കുന്നതിനൊക്കെ നിങ്ങൾ വേണമെങ്കിൽ ഞാനൊരു വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരാം. ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പൂട്ടിയാണ്ടല്ലോ കുടുംബസഹിതം മറ്റേ മണ്ണ് തോണ്ടിയെടുക്കുന്ന അവസ്ഥയായിരിക്കും കേട്ടോ. ചീത്ത വാവുകൊണ്ട് വിളിക്കാൻ അങ്ങേര് പന്നി. എനിക്ക് തിരിച്ച് വിളിക്കാൻ അറിഞ്ഞുകൂടാത്തതല്ല. മയില് സാല് പൂ പാക്കി എല്ലാം എനിക്കും വിളിക്കാനറിയാം കേട്ടോ. അതല്ല എൻ്റെ സംസ്കാരം എന്ന് പറയുന്നത്. ഏത് സമയത്താണാവോ നിങ്ങൾക്ക് ഒരു എനിക്ക് ജോലി ഇല്ലാത്തതിൻ്റെ ഒരിത് നിങ്ങൾക്കുണ്ട് എന്ന് എനിക്കറിയാം. എൻ്റെ അമ്മ ജോലി ഇല്ലാത്തത് പറയാനുള്ളത് തന്നെ പറഞ്ഞ് തീർക്കണമല്ലോ. മുഖത്ത് നോക്കി പറയേണ്ട കാര്യമാണല്ലോ. നിങ്ങൾക്ക് വല്ല ആണ്ടിലും ആവണിലും ആണ് സ്നേഹം ഇളവുന്നത്. മിസ് യു മെസ്സേജിൽ മിസ് യു എയർപോർട്ട് വാങ്ങിച്ചു തരുന്നു,
തുണികൾ വാങ്ങിച്ചിരുന്നു, ബാഗി ജീൻസ് വാങ്ങിച്ചായിരുന്നു. നിങ്ങൾ ഈ പ്രാവശ്യം ട്രെൻഡ്സിൽ പോയത് നിങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാനല്ലേ? അതിൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു ജീൻസ് വാങ്ങി തന്നതെന്നല്ലേ ഉള്ളൂ, ഷർട്ടും. ശരി, ഇതൊക്കെ പോട്ടെ, ഞാൻ ചോദിച്ചോട്ടെ. ഇതൊക്കെ പോട്ടെ. ഇന്നാളെ ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കൊന്നും ഞാൻ കഴിച്ചില്ല, എനിക്ക് പുറത്തു നിന്ന് എന്തെങ്കിലും മേടിച്ച് തരാൻ പറഞ്ഞു. അപ്പം നിങ്ങളെനിക്ക് ഷാർജ തന്നെയാണോ മേടിച്ച് തന്നത് ആ സമയത്ത്? പക്ഷെ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോഴും യുവർ ചോയ്സ്, നിങ്ങളുടെ ഇഷ്ടം, അതാണ് അവിടെ ചൂസ് ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങളെ ലോകത്തോടെയാണ്. ആണ് ആണ് ഈ ഉത്തരത്തിലല്ലേ നിങ്ങൾ തൂങ്ങിച്ചാവോ ചെയ്യുന്നത്, അല്ലേ? എഴുതി വെച്ചിട്ട് ചാവണേ, ചാവുമ്പോൾ ഞാനുമായിട്ടൊരു ബന്ധമില്ലാന്ന്, എനിക്ക് ജീവിച്ചു പോകാനുള്ളതാണ്. ചാവണ്ട, നിങ്ങൾ ചാവണ്ട, നിങ്ങളെ കൊണ്ട് ഞാൻ കൊല്ലിപ്പിക്കാം. ഇനിയെങ്കിലും രാരി വിചാരിച്ചോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ജാരിക്ക് ജോലിക്ക് പോകാൻ മടിയാണോ? ജോലി ചെയ്യാൻ എല്ലാവരും അത് പറയുന്നു, ജാരിക്ക് ജോലി ചെയ്യാൻ മടിയാണെന്ന്. ഇത്രയൊക്കെ പറയുന്നു, എനിക്കൊരു ജോലി കിട്ടിക്കോട്ടെ, അതൊക്കെ ഞാൻ തീർത്തു തരുന്നുണ്ട്. എപ്പോൾ കിട്ടുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എങ്കിൽ കൂടി ഞാൻ പരിശ്രമിക്കും. പലരും എന്നെ അതിൻ്റെ പേരിൽ താഴ്ത്തി കെട്ടുന്നുണ്ട്. ഞാൻ നല്ലതാവണമെന്ന് വിചാരിച്ച് പറയുന്നതായിരിക്കും, പക്ഷെ എന്നെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു മറുപടി ഞാൻ കൊടുക്കും ഒരു ദിവസം, ആരെ കൊന്നിട്ടായാലും. ഞാൻ ഈ പറഞ്ഞതിലൊക്കെ നിങ്ങൾ തമാശയോട് ഒരു കേട്ടത്.